വെള്ളിയാഴ്ച പള്ളിയിൽ നിന്നും ഖുതുബ കേൾക്കുമ്പോൾ നാം അതിൽ കേൾക്കുന്നതാണ് ഫസബ്ബഹ ഫീ കഫ്ഫിഹിൽ ഹസാ വനബഅ മിൻ ബൈനി അസാബിഇഹിൽ മാഅ്. ഇതിൽ പറഞ്ഞ ഫസബ്ബഹ ഫീ കഫ്ഫിഹിൽ ഹസാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈവെള്ളയിലിരുന്നുകൊണ്ട് ചരൽക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലി എന്നാണ് അതിൻ്റെ ആശയം. ആ സംഭവം ഇങ്ങനെയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സദസ്സിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ സഹാബത്ത് ആരോ തസ്ബീഹ് ചൊല്ലുന്ന ശബ്ദം കേൾക്കുന്നു. എവിടുന്നാണ് ഈ തസ്ബീഹ് കേൾക്കുന്നത് അവർക്ക് മനസ്സിലായില്ല. ഒടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈവെള്ള തുറന്നപ്പോൾ അതിൽ ഉണ്ട് തസ്ബീഹ് ചൊല്ലുന്ന ചരൽക്കല്ലുകൾ. ആ സംഭവമാണ് ഖുതുബയിൽ പരാമർശിച്ചത്. അതുപോലെ തന്നെ അചേതന വസ്തുവായ ഉഹദ് പർവ്വതത്തിൻ്റെ സംഭവവും നമുക്ക് വായിക്കാവുന്നതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും ഉഹദ് പർവ്വതത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നപ്പോൾ ഉഹദ് പർവ്വതം സ്നേഹം കൊണ്ടൊന്ന് ഇളകി എന്ന് ചരിത്രം പറയുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ അലൈക ഇല്ലാ നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ. അല്ലയോ ഉഹദ് പർവ്വതമേ, നീ ഇളകരുതേ, നിന്റെ മുകളിൽ നബിയും സിദ്ദീഖും 2 ശുഹദാക്കളുമാണ് നിലകൊള്ളുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉഹുദുൻ യുഹിബ്ബുനി വ ഉഹിബ്ബുഹു. ഉഹദ് പർവ്വതം എന്നെയും ഞാൻ ഉഹദ് പർവ്വതത്തെയും സ്നേഹിക്കുന്നുണ്ട് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് പർവ്വതത്തെപ്പറ്റി ഇത്തരം ഒരു പരാമർശം പറഞ്ഞതിനാൽ താബിഈങ്ങളായ പണ്ഡിതന്മാർ ഉഹദ് പർവ്വതം എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു ചൊല്ലാറുണ്ട് എന്ന് തഫ്സീർ ശഅറാവി എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാവുന്നതാണ്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ്സമാവാതി വൽ അർള് എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിനാണ് ഉഹദ് പർവ്വതത്തെ പറ്റിയുള്ള ഈ വിശദാംശങ്ങളുള്ളത്.